കലാകാരന്മാരെ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് കുവൈത്തിലെ അറിയപ്പെടുന്ന ഒരു കലാകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കൂട്ടത്തിലെ കുറച്ച് ഗാനങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അപ്പൊ ആരാണെന്ന് അറിയണ്ടേ? ഹായ് ഓൾ, ഞാൻ ജെസ്സി ജോയ്സൺ. ഇവിടെ കുവൈറ്റിലായിട്ട് ഞാൻ 10 വർഷമായി. നാട്ടിൽ എൻ്റെ സ്വദേശം പത്തനംതിട്ടയാണ്. ഞാൻ ചെറിയൊരു ഗായികയാണ്. അതേപോലെ തന്നെ ആക്ടിങ്ങും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഉള്ള മിക്കവാറുള്ള പ്രോഗ്രാംസിലൊക്കെ ആങ്കറിങ്ങും ചെയ്യാറുണ്ട്. സുഖമായിരിക്കുന്നു. ജെസ്സി, എന്ന് മുതലാണ് ഈ ഒരു സംഗീത യാത്ര തുടങ്ങിയത്? ആരാണ് നിങ്ങൾക്ക് ഇതിന് പ്രചോദനമായത്? ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? നല്ല ചോദ്യങ്ങളാണ്. എൻ്റെ സംഗീതത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊട്ടിൽ കിടക്കുമ്പോൾ തൊട്ടാണെന്നാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ തൊട്ടിൽ കിടക്കുമ്പോൾ സാധാരണ അമ്മമാർ പാട്ടുപാടിയാണല്ലോ കുട്ടികളെ ഉറക്കാറുള്ളത്. അപ്പം അതേപോലെ തന്നെ എൻ്റെ അമ്മ കുഴപ്പമില്ല നല്ലൊരു പാട്ടുകാരിയാണ്. എൻ്റെ അച്ഛനും ഒരു നല്ലൊരു പാട്ടുകാരനാണ്. അപ്പൊ അമ്മ പാട്ട് പാടിത്തരുമായിരുന്നു? പാട്ട് പാടിത്തരും. പാട്ട് ഓർമ്മയുണ്ടോ? എനിക്ക് പിന്നെ അത് പാടി തന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്കത് ഓർമ്മയുണ്ട്. ഒന്ന് രണ്ടുപേരും ആലോചിച്ചോട്ട് ഉറപ്പായിട്ട് ഞാൻ പാടാം. അപ്പോ അത് രാത്രി മാഞ്ഞു പോയി രക്തശോഭമായി ആയിരം കിനാക്കളും പോയി മറഞ്ഞു രാത്രി മാഞ്ഞു പോയി. അപ്പൊ ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടുമ്പോ യൂഷ്വലി എന്നോട് പറയുന്നത് വെച്ചാൽ പിള്ളേർ സാധനം ഉറങ്ങും, ഞാൻ നേരെ തിരിഞ്ഞായിരുന്നു, കണ്ണും വീഴ്ച ഇങ്ങനെ കിടക്കുമെന്ന്. അപ്പൊ അങ്ങനെ അവർക്കൊരു ഇത് തോന്നി, ലൈക്ക് മോസ്റ്റ്ലി ഇവർക്ക് പാട്ടിനോട് ഒരു കമ്പം കാണും. കാരണം അവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവളൊരു പാട്ടുകാരി ആയിരുന്നു. നമ്മളെ കൊണ്ടോ ആയില്ല, ആകാൻ പറ്റിയില്ല. ഈ കുട്ടിയെങ്കിലും ആയിക്കഴിഞ്ഞാൽ നന്നായിരുന്നു. അമ്മ ശാസ്ത്രീയമായിട്ട് സംഗീതമൊന്നും പഠിച്ചിട്ടില്ല? ഇല്ല, അമ്മയും പാട്ട് പഠിക്കാനുള്ള അവസരം അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് കിട്ടിയത് അമ്മയുടെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. അവരും നല്ലൊരു പാട്ടും പാരമ്പര്യമായിട്ട് ജെനറ്റിക്സ് ടച്ചുള്ള ഒരു ഇതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പതിയെ ഇപ്പം ശാസ്ത്രീയ സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ അതാണ് എൻ്റെ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം. അപ്പൊ ഞാൻ പതിയെ ഇപ്പൊ ഒരു 1-2 മാസമായിട്ട് അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമുണ്ട്. കാരണം ഇത്രയും കാലം കിട്ടിയ അവസരം കിട്ടിയില്ല. അപ്പൊ ഇനിയും പതിയെ നമുക്ക് ഒന്ന് ഇംപ്രവൈസ് ചെയ്യാമെന്ന് ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഇന്നേ വരെ പാടിയ പാട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? എല്ലാവർക്കും പാടുന്ന ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുണ്ടോ? മനസ്സിന് തട്ടിയ പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ? ആക്ച്വലി സ്റ്റേജില് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകൾ എന്ന് വെച്ചാൽ മെലഡികളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ബട്ട് നമ്മുടെ യൂഷ്വലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ നമുക്ക് 1-2 മെലഡി അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫാസ്റ്റ് നമ്പേഴ്സ് പോയാലേ പറ്റൂ. അപ്പൊ യൂഷ്വലി എന്നെ കൂടുതൽ അറിയുന്നത് ഫാസ്റ്റ് നമ്പേഴ്സ്, അടിച്ചുപൊളി പാട്ട് പാടും. അപ്പൊ ഞാൻ അടിച്ചുപൊളി പാടിക്കഴിഞ്ഞാൽ ഇപ്പൊ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണം. പക്ഷെ എനിക്ക് ഏറ്റവും മനസ്സിൽ പിടിച്ച 1-2 പാട്ടുകൾ, മനസ്സിന് തട്ടിയ പാട്ട്, ഒരു മഞ്ജു വാര്യറിന്റെ ഒരു പടത്തിലെ ഒരു പാട്ടാണ്. അത് പാടാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല സ്റ്റേജുകളിൽ. ബട്ട് ഭയങ്കര മീനിങ് ആണ് ആ പാട്ട്. കാരണം ഏത് മനുഷ്യന്റെ ഒരു മെലഡിയാണ് അത്. അപ്പൊ ഏത് മനുഷ്യന്റെ ഏത് സാഹചര്യത്തിനും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്കാണ്. അപ്പം ചുവടറി വീഴാതൊന്നി ഗണിതമലയേറി പോകാൻ ദുരിത വഴി താണ്ടും സൂത്രം ചെറുകുളികയായി കയ്യിലേകമോ അളവുകളിലാണെന്നെന്നും ഭൂമിയുടെ താളം പോലും പഠനമുറിയാണീ ലോകം നീളെ അറിവായി മാനസമേ നീ അറിയൂ തളരാതുയരൂ ജീവിതം പരീക്ഷയെന്ന് നേരിറങ്ങി പുഞ്ചിരിച്ചു ഉള്ളിൽ ആശിച്ചൊരുന്നമെത്തണം കണ്ണീരില്ലാത്ത നാളിലെത്തണം പൂജ്യത്തിൽ നിന്നും ഒന്നിലെത്തുവാൻ ഇത്രയും ദൂരമോ ഇത്രയും നേരമോ. ആ സിനിമ ഓർമ്മയുണ്ടോ? ഉദാഹരണം സുജാത. സുജാത കൂടുതൽ ഓടാത്തൊരു പടമാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര മനസ്സിൽ തട്ടിയ ഒരു പാട്ട്, നല്ല പാട്ട് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ മനസ്സിൽ ഭയങ്കര തട്ടിയ ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു. ഒരു അമ്മയുടെ ഒരു സാക്രിഫൈസും ഒരു മോൾക്ക് വേണ്ടി. അത് പിന്നെ അവസാനം മോള് തിരിച്ചു. കാരണം മോസ്റ്റ്ലി ഇന്നത്തെ എൻവയൺമെന്റിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിള്ളേർക്ക് അറിയില്ല എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് അച്ഛനും അമ്മമാരും പിള്ളേരെ ആ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി. അപ്പം അത് പലർക്ക് ചിലർക്ക് ഒരു ഓഫീസ് എൻവയൺമെന്റ് ആയിരിക്കും, ചിലർക്ക് അതിലും മോശമായ എൻവയൺമെന്റ്. പക്ഷെ എല്ലാവരും കഷ്ടപ്പെട്ടാണ് അവരുടെ മക്കളെ എന്തെങ്കിലും ഒരു നിലയിൽ എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പം അതിന്റെ ഒരു റിലേറ്റ് ചെയ്ത സ്റ്റോറിയാണ്. അപ്പൊ അത് കാണുന്ന സമയത്ത് എനിക്കൊന്നും ഞാൻ മൊത്തം കണ്ണീരിലായിരുന്നു. അപ്പം ഐ തിങ്ക് മറ്റുള്ള പ്രേക്ഷകർക്കും ആക്ച്വലി അത് ഇഷ്ടമുള്ള ഒരു പടമായിരിക്കാം. നമ്മളൊരു കാര്യം നേടിയെടുക്കാൻ പറ്റും, ഒരു തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏതൊരു കാര്യമായെങ്കിലും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു ഗായിക എന്നൊരു നിലയിൽ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു നിങ്ങൾക്കുണ്ടായ വെല്ലുവിളികൾ?
ഇക്ക പറഞ്ഞ പോലെ തന്നെ എല്ലാ മേഖലയിലും വെല്ലുവിളികളുണ്ട്. അതിപ്പം ഗായിക എന്ന് മാത്രമല്ല, ഇതിപ്പോ ഏത് മേഖലയാണ്, ഒരു വ്ളോഗർ ആയിക്കോട്ടെ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഏത് തലത്തിലും കരിയർ ആയിക്കോട്ടെ, നോൺ കരിയർ പ്രൊഫഷൻ, എല്ലാത്തിലും ഒരു വെല്ലുവിളിയുണ്ട്. ബട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പേഴ്സണലി ഏറ്റെടുത്തിട്ടുള്ള ഒരു വെല്ലുവിളി വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഗായികയായിട്ട് അംഗീകരിക്കപ്പെടുക. ഇപ്പൊ ഒരു 10 പേര് സിംഗേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാളാകുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു എനിക്ക്. കാരണം കുറെ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ ചുറ്റുവട്ടത്തിലുണ്ട് നമ്മുടെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് പേഴ്സണലി തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഗായികയായിട്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ചേട്ടൻ ആക്ച്വലി എന്നെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചതും എല്ലാം. തീർച്ചയായിട്ടും. അപ്പം ഇനി ആ മാർക്കറ്റിൽ അതേപോലെ സസ്റ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ ആൾക്കാർക്ക് ഇനിയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ എന്നെ കൊണ്ട് പാടാൻ കഴിയുക, അത് ഇംപ്രവൈസ് ചെയ്യുക, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് അത് ഇംപ്രവൈസ് ചെയ്ത് നല്ല രീതിയിൽ അവർക്ക് സന്തോഷകരമായ ഒരു നിമിഷം കൊടുക്കുക, അതേപോലെ നല്ല പാട്ടുകൾ ഇനിയും പാടാൻ കഴിയുക, അതൊക്കെ ഒരു ബുദ്ധിമുട്ട്, അത് വെല്ലുവിളിയായിട്ടാണ് ഞാൻ തോന്നിയിട്ടുള്ളത് എനിക്ക്. ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട്? മോശമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് പേഴ്സണൽ ലെവലിൽ അത് എടുക്കുന്ന പോലെ ഇരിക്കുമല്ലോ. വെച്ചാൽ ഞാൻ അങ്ങനെ പേഴ്സണലി ഒന്നും എടുക്കാറില്ല. ഞാൻ യൂഷ്വലി ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ആൾക്കാർ ഒരു അക്സെപ്റ്റൻസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു അക്സെപ്റ്റൻസ്, ഒരു സപ്പോർട്ടാണ്. അപ്പം ഞാൻ പ്രതീക്ഷിച്ച് ചില മേഖലയിൽ നിന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരിക്കും, ലൈക്ക് എല്ലാ ആൾക്കാരോട്ട് ലൈക്ക് ഇവർ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും, ഇവർ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുമായിരിക്കും, നമുക്കൊരു നല്ലൊരു ഗൈഡൻസ് തരും. പക്ഷെ അവരൊന്നും ആയിരിക്കത്തില്ല നമ്മളെ ചെയ്യുന്നത്. അതൊരു ദുരനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും അതിനേക്കാൾ ഉപരി ഞാൻ പ്രതീക്ഷിക്കാത്ത ഇടത്തിൽ നിന്നൊക്കെ എനിക്ക് ആക്ച്വലി ദൈവത്തിന്റെ സഹായം കൊണ്ട് സപ്പോർട്ടും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എത്തിപ്പിടിക്കാൻ പറ്റുന്നതിലും അപ്പുറം നിലനിൽപ്പിലൊക്കെ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ അത് പറയുവാണെങ്കിൽ തന്നെ നാഷണൽ അവാർഡ് എനിക്ക് കിട്ടാനുള്ള സാഹചര്യം എനിക്ക് തന്നെ അത് പലപ്പോഴും ആലോചിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിൽ പറഞ്ഞെന്താ വെച്ചെങ്കില്, ഏതൊരു കാര്യത്തിനും നമ്മൾ തന്നെ ഇതിന് ബൂസ്റ്റ് ചെയ്യണം, നമ്മൾ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യണം. സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പാട്ടുകൾ ഏതാണ്, പിന്നെ ഏതൊക്കെ ലാംഗ്വേജിലുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ട്? എനിക്ക് പേഴ്സണലി, ഞാൻ മലയാളിയാണെങ്കിൽ തന്നെ എനിക്ക് തമിഴ് പാട്ടുകളോട് ഭയങ്കര ഒരു കമ്പാണ്. പക്ഷെ മലയാളം പാടാറുണ്ട്, തമിഴും പാടാറുണ്ട്, ഹിന്ദിയും പാടാറുണ്ട്, അത്യാവശ്യം തെലുങ്ക് പാടാറുണ്ട്, അറബി പാടാറുണ്ട്. അപ്പം അങ്ങനെ കുഴപ്പമില്ലാതെ പുതിയ പുതിയ ലാംഗ്വേജ് പഠിച്ച് ശ്രമിക്കാൻ നോക്കുന്നു, ഓരോന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോ നമുക്ക് നല്ലൊരു ഹിന്ദി ഗാനം കേൾക്കാം. ഹംകോ മിലി ഹൈ ആജ് യേ ഗഡിയാ നസീബ് സേ जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो ना हो, शायद फिर इस जन्म में मुलाकात हो ना हो. ലൈവ് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പാട്ട് റെക്കോർഡ് ഇട്ടിട്ട് ചുണ്ടനക്കുന്ന ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ജിസി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഞാനും ഇതേമാതിരി സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് റീസെന്റ് കുറെ പോസ്റ്റുകളിനകത്ത് നമുക്ക് ഫേമസ് ആയിട്ടുള്ള ചില പ്ലേ ബാക്ക് സിംഗർ തന്നെ അതിന് വേണ്ടിയുള്ള കമന്റ്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അനാൻഷ കൊയ്ത്തിൽ വന്നിട്ടില്ല? അപ്പൊ അനാൻഷ പാടി 1-2 പാട്ട് റെക്കോർഡ് ഇട്ടതാണ്, ചുണ്ടനക്കിയതാണ് എന്നൊക്കെ കുറെ കമന്റ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഉണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല ആക്ച്വലി. കാരണം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ കുവൈറ്റിലെ സിംഗേഴ്സ്, ഒഴിഞ്ഞു മാറരുത്, ഉള്ളത് കറക്റ്റ് ആയിട്ട് പറയാം. കുവൈറ്റിലെ സിംഗേഴ്സ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, റെക്കോർഡ് ഇട്ട് പാടുന്നത് ഞാൻ കണ്ടിട്ടില്ല. നാട്ടില് എനിക്ക് പേഴ്സണലി അറിയില്ല, ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടില്ല. ഞാനിപ്പോ റീസെന്റ് പാടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മലബാർ മഹോത്സവം ഉണ്ടായിരുന്നു. അപ്പൊ അതില് വളരെ പ്രഗത്ഭനായ ആസിഫ് കാപ്പാട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ എനിക്ക് പാടാൻ അവസരം കിട്ടി. തലേദിവസം ഒരു മണിക്കൂറായിരുന്നു ഞങ്ങളുടെ റിഹേഴ്സൽ ഉണ്ടായിരുന്നത്. വെച്ചാൽ ഒരു ഉദിത് നാരായണൻ സാറിന്റെ അതേ പകർപ്പാണ് പുള്ളി, അതേ പകർപ്പാണ് പുള്ളിക്ക്. ഈവൻ ഞങ്ങൾക്ക് മൈക്ക് ചെക്ക് കൂടി ചെയ്യുന്നതിന് മുന്നേ തന്നെ പുള്ളി പെർഫെക്ഷൻ ആണ്. അപ്പം എനിക്ക് പേഴ്സണൽ അനുഭവത്തിൽ എനിക്കറിയില്ല. ബട്ട് ഞാൻ കുറെ ഇതുപോലെ ഞാനും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്, റെക്കോർഡ് ഇട്ട് ആക്ച്വലി പാടുന്നുണ്ട്, ചുണ്ടനക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ പേഴ്സണലി അറിയില്ല. നാട്ടിലായെങ്കിലും കുവൈത്തിലായെങ്കിലും ഏതൊക്കെ അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്? ഏറ്റവും വലിയ അംഗീകാരം എന്നെ തേടിയെത്തിയത് നാഷണൽ അവാർഡാണ് തേടിയെത്തിയത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു നാഷണൽ അവാർഡ്, അത് ആർട്സും അതേപോലെ തന്നെ കരിയറും, അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ഫിലാന്ത്രോഫിസ്റ്റിക് ആക്ടിവിറ്റി ഉണ്ട്.
കാരണം എനിക്ക് ഇതിന് കിട്ടുന്ന നമുക്കൊരു വരുമാനമുണ്ട്, ഒരു സാമ്പത്തികം, ചെറിയ സാമ്പത്തികമുണ്ട്. അപ്പൊ അത് ഞാൻ ആക്ച്വലി മാക്സിമം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അത് ഞാൻ കാരണം കൊണ്ട് അത് കണ്ടുപിടിച്ച് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയൊരു ഇതാണ്. അത് കൂടാതെ തന്നെ വേറെ കുറെ ഇതുണ്ട്. നാട്ടില് ഏഷ്യാനെറ്റ് ACV-യിൽ എന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, മലയാള മനോരമയിൽ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കലാകൗമുദിയില് ന്യൂസ് പബ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഏതോ ഞാൻ കുവൈത്ത് TV-യിൽ ഏതോ ഞാൻ പറയുന്നത്, കുവൈറ്റ് TV-യിൽ ഞാൻ വന്നിട്ടുണ്ട്, കുവൈറ്റ് നാഷണൽ TV വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ കുവൈറ്റ് ഉറുദു റേഡിയോ സ്റ്റേഷനിൽ ഹിന്ദി കുവൈറ്റ് TV-യിൽ അറബിയിലായിരുന്നോ ഇംഗ്ലീഷിലായിരുന്നോ ഇന്റർവ്യൂ? ഇല്ല, നമ്മൾ ആക്ച്വലി നമുക്ക് അറബി അത്ര ഫ്ലുവന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഇംഗ്ലീഷിലായിരുന്നു അവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ ദൈവകൃപ കൊണ്ട് സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലും അല്ലാത്ത ലെവലിലുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം, ആസ് എ സിംഗർ എല്ലാവർക്കും ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ ഒരു പ്ലേ ബാക്ക് സിംഗർ ആകുക എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ബട്ട് എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തൊരു നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാവുക. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ സവാരി കുവൈറ്റിലെ നമ്മുടെ SVR കുവൈറ്റിലെ നമ്മുടെ കുഞ്ഞിച്ചേട്ടന്, നമ്മുടെ സ്വന്തം കുഞ്ഞിച്ചേട്ടൻ ഇത്രയും കാലം കുറേ കുവൈറ്റിന്റെ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് കുറച്ചൊരു വേർതിരിഞ്ഞ് ഒരു ചേഞ്ച് ചെയ്ത് ഒരു ആർട്ടിസ്റ്റിക് ഫോമോട് ആക്ച്വലി ഇന്റർവ്യൂ ചെയ്യാൻ ഒരുപാട് സ്റ്റേജിലൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് മനസ്സോട് വിചാരിച്ചതാണ് പ്രൈമിൽ ഒന്ന് കൊണ്ടുവരണം. വളരെ സന്തോഷം. അപ്പം SVR കുവൈറ്റിന്റെ ഫോളോവേഴ്സിന് വളരെയേറെ നന്ദി, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും വളരെയേറെ നന്ദി. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാവർക്കും, എനിക്കും അതേപോലെ തന്നെ ഇക്കായ്ക്കും. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.